പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമാകുന്ന ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വാധീനം എന്തായിരിക്കും, ബി ജെ പി വളരുമോ തളരുമോ, അതോടൊപ്പം തന്നെ ബി ജെ പി വോട്ട് എൽ ഡി എഫിന് അനുകൂലമാകുമോ എൽ ഡി എഫിന് പ്രതികൂലമാകുമോ, ബി ജെ പി എൽ ഡി എഫിനെ സഹായിക്കുമോ യു ഡി എഫിനെതിരായി നിൽക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ എനിക്ക് തോന്നുന്നു 2016 മുതലെങ്കിലും കേരളത്തിൽ സജീവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമാകുമെന്നും ബി ജെ പി വലിയ തോതിൽ എൽ ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കുമെന്നും അത് യു ഡി എഫിൻ്റെ വിജയസാധ്യതകളെ ബാധിക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ ചില കോണുകളിൽ നടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരു സംശയം വേണ്ട, കേരളത്തിൽ ബി ജെ പി വളരുകയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. ബി ജെ പിക്ക് 2019 ആയപ്പോഴത്തേക്ക് അവരുടെ വോട്ട് വിഹിതം 19% വർദ്ധിച്ചു. അതിനെ തുടർന്ന് വോട്ട് വിഹിതം ഒരു 25% ആകുമെന്നും കേരളത്തിലൊരു നിർണായക ശക്തിയായി ബി ജെ പി മാറുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ വന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പ്രവചിച്ചത് ഇവിടെ ഒരു തൂക്കുമന്ത്രിസഭയായിരിക്കുമെന്നും ആര് ഭരിക്കണം എന്ന് ബി ജെ പി തീരുമാനിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത് എന്നുള്ളത് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഞാനിങ്ങോട്ട് രാവിലെ ബസ്സിൽ വരുമ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഈ ആശങ്ക എന്നോട് പങ്കുവച്ചു. അതായത് യു ഡി എഫ് ജയിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, പക്ഷേ ബി ജെ പി എന്ത് സ്വാധീനമാണ് ചെലുത്തുക എന്നുള്ള ഒരു വാദം എന്നോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ മറുവാദങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബി ജെ പിയുടെ നിലപാട് യു ഡി എഫിനെതിരായതുകൊണ്ട് ബി ജെ പി വലിയ തോതിൽ എൽ ഡി എഫിന് വോട്ട് മറിച്ചു കൊടുക്കുമെന്നും യു ഡി എഫിൻ്റെ ജയസാധ്യതകളെ കുറയ്ക്കും എന്നുമൊക്കെയുള്ള വാദം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ബി ജെ പി വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ട് തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്ന ചെറിയൊരു വിഭാഗം സി പി എംകാരുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇന്ന് ഒന്ന് ചർച്ച ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, നേരത്തെ സൂചിപ്പിച്ചു, 2016 മുതലാണ് ബി ജെ പിയുടെ റോള് നമ്മൾ കൂടുതലായി തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നത്. 2016 നമ്മൾ ചർച്ച ചെയ്യാൻ കാര്യം എന്താ? 2016 ബി ഡി ജെ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈഴവ പാർട്ടി കൂടി രൂപീകരിക്കപ്പെടുന്നത്. അതിന് മുമ്പ് രൂപീകരിക്കപ്പെട്ടു. 2016 അവർ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് വന്നു. അവർ ബി ജെ പിയുമായി ഒരു സഖ്യമുണ്ടാക്കി. അങ്ങനെ ബി ജെ പിയുമായി അവർ സഖ്യം ഉണ്ടാക്കിയപ്പോൾ അത് വലിയ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. ഞാൻ ഉൾപ്പെടെ അങ്ങനെ വിശ്വസിച്ചു. കാരണം ബി ഡി ജെ എസ് എന്ന് പറഞ്ഞൊരു ഈഴവ ബേസുള്ള ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും കേരളത്തിലെ ഈഴവ വോട്ട് ബാങ്ക് സി പി എമ്മിൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. ആ ഈഴവ വോട്ട് ബാങ്കിൽ നിന്ന് ചെറുതല്ലാത്ത ഒരു ധ്രുവീകരണം ചെറുതല്ലാത്തൊരു ധ്രുവീകരണം ബി ഡി ജെ എസിലൂടെ ഈഴവ വോട്ടുകളായി എത്തുമെന്നും അത് ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തിന് ഗുണകരമാകുമെന്നുമായിരുന്നു അന്നത്തെ ചർച്ച. എന്നെപ്പോലുള്ള നിരീക്ഷകർ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 8-10 സീറ്റിന് അല്ലെങ്കിൽ ഒരു 4-5 സീറ്റെങ്കിലും നിയമസഭയിൽ ബി ജെ പി നേടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ 2016 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 2016 തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പോലും ഈഴവൻ്റെത് സി പി എമ്മിൻ്റെ പെട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ബി ഡി ജെ എസ് ബി ജെ പി സഖ്യത്തിലേക്ക് പോയില്ല. സി പി എം ഈഴവ വോട്ട് ബാങ്ക് സി പി എമ്മിൻ്റെ പുറകിൽ നിന്നു. ബി ജെ പി ബി ഡി ജെ സഖ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. വാട്ടാ 0 എന്നുള്ള നിലയിലേക്ക് അവർ വന്ന് വീണു. പിന്നീട് ചർച്ച 2021 2021 ബി ജെ പി വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. 2021 ബി ജെ പി ചില സീറ്റുകളൊക്കെ നേടും എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. 2021 ബി ജെ പി സി പി എമ്മിന് വോട്ട് മറിക്കും എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അവസാനം എന്ത് സംഭവിച്ചു? ബി ജെ പി വട്ട 0 നിന്നുവെങ്കിലും 2021 ചെറുതല്ലാത്ത രീതിയിൽ ബി ജെ പി എൽ ഡി എഫിന് വോട്ട് മറിച്ചു. കാരണം യു ഡി എഫിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലോ ബി ജെ പിയുടെ പരമമായ ലക്ഷ്യം. ഒരു കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബി ജെ പി വ്യാപകമായി സി പി എമ്മിന് വോട്ട് മറിച്ചു. അത് 2021 സി പി എമ്മിന് ഗുണം ചെയ്തു. 40 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് ഗുണം ചെയ്തു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. പിന്നെ നടന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഈ വോട്ട് മറിക്കൽ പരിപാടിയൊന്നും നടന്നില്ല.
കാരണം യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP സമരമുഖത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 സീറ്റെങ്കിലും അവർ നേടുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുയർത്തിയ ഹിന്ദു സമുദായം വലിയ തോതിൽ UDFനെ പിന്തുണച്ചു. അങ്ങനെ UDFനാണെന്ന് 19 സീറ്റ് കിട്ടി. BJPക്ക് ഒരു സീറ്റും ലഭിച്ചില്ല. കാരണം അന്ന് ഹിന്ദു സമുദായത്തിന് എന്താ മനസ്സിലായത്? യുവതീ പ്രവേശനത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്നത് BJP ആണെങ്കിലും ആ വോട്ടുകൾ BJPക്ക് കൊടുത്താൽ ആ വോട്ട് സ്പ്ലിറ്റായി പോകുന്നു, അത് പിണറായി വിജയനും അല്ലെങ്കിൽ LDFന് ഗുണകരമാകുമെന്നും ബോധ്യപ്പെട്ട BJPയുടെ അണികൾ ഉൾപ്പെടെ UDFന് വോട്ട് കൊടുത്തു. അങ്ങനെയാണ് UDF 19 സീറ്റിൽ വരികയും ഒരു സീറ്റിൽ അവർ ജയിക്കാതെ. അതാണ് 2019 നടന്നത്. പക്ഷേ 2024 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റിൽ ജയിച്ചു, തൃശ്ശൂരിൽ. അത് യഥാർത്ഥത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചതിലൂടെയാണെന്ന് വിജയമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ BJP ഒരു സീറ്റിൽ അവിടെ ജയിച്ചു. BJPക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19% വോട്ടിലേക്ക് വന്നു. അവരുടെ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ടിലേക്ക് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വന്നത്. പല മണ്ഡലങ്ങളിലും തിരുവനന്തപുരം, ആറ്റിങ്ങൽ മുതൽ ഉള്ള പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം BJP നടത്തി. ആലപ്പുഴയിലൊക്കെ 3 ലക്ഷം വോട്ടിനടുത്തേക്ക് BJP എത്തി. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP അവരുടെ വോട്ട് ശതമാനം കൂട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ BJP ഒരു 25% വോട്ടിലേക്കൊക്കെ വരുമോ, BJP ഒരു നിർണായക ശക്തിയാകുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ അന്ന് വ്യാപകമായി ഉണ്ടായി. 2024 അതിനെ തുടർന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJPക്ക് ഒരു 10,000 വാർഡിലേക്ക് BJP ജയിക്കും എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകളുണ്ടായി. BJPയുടെ വോട്ട് ശതമാനം 25 ആകുമെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ടായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ അമിത്ഷാ വന്നിട്ട് കേരളത്തിൽ BJP ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറാൻ പോകുന്നു എന്ന് ഉള്ള വാദം പറഞ്ഞു. 10,000 വാർഡിൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP മൂക്കുകുത്തി. 10,000 വാർഡ് എന്നൊക്കെ ഉള്ളത് ദിവാസ്വപ്നമായി മാറി. ആകെപ്പാടെ ഉണ്ടായ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായ നേട്ടം മാത്രമാണ്. കേരളത്തിൽ 1000 ഗ്രാമപഞ്ചായത്തുകളുണ്ടെങ്കിൽ 10-16 ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് BJP ഭരിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറി. BJP ക്രിസ്ത്യൻ മണ്ഡലത്തിൽ ഏതാണ്ട് 1000-ലധികം സ്ഥാനാർത്ഥികൾ നിർത്തിയിൽ ഏതാണ്ട് 9-10 പേരാണ് ജയിച്ചത്. അപ്പോൾ 2025 നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP മൂക്കുകുത്തി. അവരുടെ വോട്ട് വിഹിതം 19-ൽ നിന്ന് ഏതാണ്ട് 13.5% കുറഞ്ഞു. അപ്പോൾ 2016 മുതലുള്ള നമ്മളെ കണക്കെടുത്ത് നോക്കി. 2016-ൽ BJP എന്തെങ്കിലുമൊക്കെ നേടുമെന്ന് വിചാരിച്ച് നേടിയില്ല. 2019-ൽ BJP 1-2 ലോക്സഭാ സീറ്റുകളെങ്കിലും നേടുമെന്ന് വിചാരിച്ച് നേടിയില്ല. 2021-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വട്ടപൂജ്യമായെങ്കിലും 10-40 സ്ഥലങ്ങളിൽ CPM-നെ വിജയിപ്പിക്കാൻ അവർക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. 2024-ലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് അവർ ജയിച്ചു. ഒരുപാട് മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തൊക്കെ എത്തി. പല മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തി. അതിൻ്റെ ഭാഗമായി 2025-ൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു 10,000 വാർഡിലേക്കെങ്കിലും എത്തുമെന്ന് വിചാരിച്ചു. നടന്നില്ല. മൂക്കുകുത്തി. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു സമുദായം വ്യാപകമായി UDFന് വോട്ട് ചെയ്തത്. ഇന്നത്തെ അവസ്ഥ എന്താ? 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPയുടെ കയ്യിലുള്ളത് 13% അല്ലെ 13.5% വോട്ടാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ BJP CPM ഡീൽ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ വ്യാപകമായത്. ആ ഡീലാണെന്ന് തോന്നിപ്പിക്കാനായിട്ട് 8-10 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. BJP ഒരുപാട് മണ്ഡലങ്ങളിൽ അവർ മാറി നിന്നിട്ട് 2020-യെ കൊണ്ടുവന്ന് നിർത്തി. അതൊക്കെ തന്നെ CPM-ന് വോട്ട് മറിക്കാനാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ BJP അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ചോർച്ചയ്ക്കാണ് അവർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്. BJP വിചാരിക്കുന്നത് പോലെ BJPക്ക് സീറ്റ് കിട്ടാൻ പോകുന്നില്ല ഒരു വശത്ത്. ഇനി BJP വിചാരിക്കുന്നത് പോലെ CPM-ന് വോട്ട് മറിക്കാനും CPM-നെ ജയിപ്പിക്കാനും BJPക്ക് കഴിയില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, BJP അതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പരാജയത്തിലേക്ക് മാറുമെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താ? ഈ BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ 90% ഹിന്ദു വോട്ട് ബാങ്കാണ്. കൃത്യം വോട്ട് ബാങ്കിലേക്ക് അവർക്ക് കയറാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഹിന്ദു വോട്ട് ബാങ്കാണ് അവരുടെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നായർ വോട്ട് ബാങ്കാണ്.
നായന്മാർ 10-12% ഉണ്ട് കേരളത്തിൽ. അതിലേക്കാണ് ബി ജെ പിക്ക് തെറ്റില്ലാത്ത രീതിയിൽ കടന്നു കയറാൻ കഴിഞ്ഞത്. അവിടെ പക്ഷേ ബി ജെ പിക്ക് ഇത്തവണ വലിയൊരു തിരിച്ചടി ഉണ്ടാവും. കാരണം എന്താ, പതിറ്റാണ്ടുകൾക്ക് ശേഷം, അപ്പോൾ കരുണാകരന് ശേഷം, കരുണാകരൻ പോലും മാരാരായിരുന്നു, നായർ എന്നുള്ള നിലയിൽ കൃത്യമായി പറയാൻ. പക്ഷേ ഇത്തവണ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ഉയർത്തിക്കാട്ടുന്നതിൽ ഒരാൾ ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല നായർ സമുദായത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ നായർ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച രമേശ് ചെന്നിത്തല എന്ന നായർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റുമോ സുഹൃത്തുക്കളെ നമുക്ക്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ അണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്ന് പറയുന്നത് പിണറായി വിരുദ്ധ വികാരമാണ്. എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു. അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നേതാവ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ അധികാരത്തിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ള വലിയ പരാതി ബി ജെ പിയുടെ അടിത്തട്ടിലുള്ള അണികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ മറ്റൊരു വിഭാഗം അണികൾ അവരുടെ വോട്ട് പിണറായി വിരുദ്ധതയുടെ പേരിൽ യു ഡി എഫിന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി മൂന്നാമത്തെ ബി ജെ പിക്ക് അടിപറ്റാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ, വോട്ടർമാർ ശബരിമല പെരുങ്കൊള്ളയുടെ ഭാഗമായി യു ഡി എഫിന് വോട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ഹിന്ദു ദേവാലയം മഹാക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് സി പി എംകാരാണ്. അവരെ ശിക്ഷിക്കണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാലേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം അവരുടെ ഹിന്ദു വോട്ടർമാർ പിന്നെ യു ഡി എഫിലേക്ക് ചായാനും സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ എന്താണ് പിന്നെ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ സി പി എമ്മിന് വോട്ട് മറിച്ച് സഹായിക്കാനെന്നുള്ള വോട്ടൊന്നും ബി ജെ പിയുടെയും ഇല്ല എന്നുള്ള വസ്തുത അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 2016 ശേഷം നടന്ന മറ്റ് തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വലിയ ഘടകമായിട്ടൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ബി ജെ പി വിചാരിച്ചാൽ സി പി എമ്മിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ചയൊന്നും ഇപ്പം നടന്നിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 3-4 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഹിന്ദു വോട്ട് പിന്നെ നായർ വോട്ട് ബാങ്ക് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒട്ടും കിട്ടാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ബി ജെ പിയുടെ അണികൾ പ്രധാനമായും പിണറായി വിരുദ്ധരാണ്. അതുകൊണ്ട് വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി പിണറായി വിജയൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ യു ഡി എഫ് വന്നാലേ കഴിയൂ എന്നുള്ളത് കൊണ്ടും ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ യു ഡി എഫിലേക്ക് ചോരാനാണ് സാധ്യത. അതിലെല്ലാം ഉപരിയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 2026 ബി ജെ പിക്ക് വോട്ട് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിൽ നിന്ന് ഒരുപാട് വോട്ടുകൾ ചോർന്ന് ബി ജെ പിയിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിലൊക്കെ ശോഭാ സുരേന്ദ്രന് 3 ലക്ഷത്തിനടുത്ത് വോട്ട് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി എമ്മിൻ്റെ ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നു ചെന്നിരുന്നു. ആ ചോർന്ന സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചോർന്ന ആ വോട്ടുകൾ മുഴുവൻ ഇത്തവണ സി പി എമ്മിൽ നിന്ന് യു ഡി എഫിലേക്കാണ് ചോരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിലേക്ക് ചോർന്നു ചെല്ലുമെന്നും യു ഡി എഫ് വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി വിഘടിച്ച് ബി ജെ പി ജയിക്കും എന്നുള്ള വാദം അസംബന്ധമാണെന്നും അത് നടക്കാൻ ഒരു സാധ്യതയുമില്ലെന്നും ബി ജെ പി അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയത്തിലേക്കാണ് കൂത്താൻ പോകുന്നത് എന്നുമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ തിരുവനന്തപുരത്തെ നിയമമണ്ഡലത്തിൽ പോലും ശിവൻകുട്ടിയുടെ കാര്യം അത്ര ഉറപ്പാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അവിടെ ശബരിനാഥന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ തന്നെ ചെയ്തിരുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ്റെ കാര്യത്തിലും ബി ജെ പി ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ബി ജെ പി ഇത്തവണയും ഈ ശശി തരൂർ പറഞ്ഞ പോലെ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് മാത്രമല്ല, അവരുടെ വിലപേശൽ കഴിവ് ഏറ്റവും കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായി 2026 തെരഞ്ഞെടുപ്പ് വിലയിരുത്തപ്പെടും എന്നുമാണ് എനിക്ക് പറയാനുള്ളത്.